അപ്പൊ ഈ മൈൻഡ് വർക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ലൈക്ക് മൈൻഡ് വർക്ക് ആവാന്ന് വെച്ചാൽ ഇത് തന്നെ സ്വയം പ്രവർത്തന സംവിധാനം സ്റ്റോപ്പ് ചെയ്യണം. അതെ അതെ മൈൻഡിന്റെ അടിമയാവാതിരിക്കാൻ. അതെ, അതാണ് യഥാർത്ഥ വാക്കല്ലേ. ബോധിധർമ്മം പറഞ്ഞോട്ട് ബോധിധർമ്മം പറഞ്ഞ എന്താണ്? ഇഫ് യുവർ മൈൻഡ് ഈസ് യുവർ മാസ്റ്റർ, യു ആർ ഇൻ ഹെൽ. ഇഫ് യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ മൈൻഡ്, യു വിൽ എൻറ്റർ ഇൻ ദ കിങ്ഡം ഓഫ് ബുദ്ധാസ് എന്ന് പറയും. മനസ്സിൻ്റെ സ്വയം പ്രവർത്തന സംവിധാനം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ മെഡിറ്റേഷൻസിൻ്റെയും ഉദ്ദേശം. അപ്പം മെഡിറ്റേഷൻ കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം അതിന് മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ സൈക്കോളജി കൊണ്ട് പറ്റത്തില്ല. അതിനെ കുറച്ചൊക്കെ ഒന്ന് കോപ്പപ്പ് ചെയ്യാനും ഒന്ന് വേറൊരു രീതിയിൽ തിങ്ക് ചെയ്യാനും അങ്ങനെ കാഴ്ചപ്പാട് മാറ്റാനൊക്കെ കൊള്ളാം. അതിന് റെലവൻസ് ഉണ്ട്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ മനസ്സിന് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി ഇല്ല. അത് നമ്മുടെ ഈ തിയറി പറഞ്ഞത് മനുഷ്യന് ബാധിക്കുന്ന രോഗമാണ് മനസ്സെന്ന് സമ്മതിച്ചെങ്കിലേ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണെന്ന് തോന്നത്തുള്ളൂ. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരിക്കലും ചിന്തിച്ചിട്ടല്ല. ചിന്തിച്ചാൽ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. കാരണം മനസ്സ് വർക്ക് ചെയ്യുന്ന മൈൻഡിൻ്റെ വർക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കുക. ആ മൈൻഡിൻ്റെ വർക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണ് ഈ മെൻ്റലിസ്റ്റുകളൊക്കെ പറയുന്നത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് പറയത്തില്ലേ. ഇപ്പം ഇതല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കത്തില്ലേ. ആ മൈൻഡിൻ്റെ ചിന്ത ആദ്യം ഒന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ ചിന്തിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ ചിന്തിക്കും. ഇങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ചെസ്സിലൊക്കെ 4-5 നീക്കം മുൻകൂട്ടി കാണുന്നത് എങ്ങനെ? ഈ മൈൻഡിൻ്റെ വർക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണ്. ഇതാണെന്ന് പറയാറില്ല, പക്ഷേ പ്രാക്ടിക്കലി അത് മനസ്സിലാക്കും. അയാൾ ഇങ്ങനെ ചിന്തിക്കും, അത് കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിക്കും, അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ വരുമ്പോൾ അത് വരും, അത് വരുമ്പോൾ ഞാൻ ഇപ്പുറത്തോട് ഇത് ചെയ്യും, അപ്പോൾ അത് വീഴും. ഇത് കറക്റ്റായിട്ട് വരുമ്പോഴല്ലേ വർക്ക് ചെയ്യും. മൈൻഡ് ഓപ്പോസിറ്റാണ് അത് വളരുന്നത്, മനസ്സ് വളരുന്നത്. മനസ്സിനുള്ളൊരു കാര്യം ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ അത് ഇരട്ടി ചിന്തിക്കും. അതിൻ്റെ ഓപ്പോസിറ്റേ അത് ചെയ്യത്തുള്ളൂ. ഭയക്കരുത് കേട്ടോ. അപ്പോഴേ എന്തുവാ കാര്യം പറ, നീ പേടിക്കരുത്. അപ്പോൾ ഇരട്ടി പേടിയാ. ആദ്യമേ കാര്യമൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. പേടിപ്പിക്കരുത്, വിഷമിക്കരുത് കേട്ടോ. അപ്പോൾ ഇരട്ടി വിഷമമായി. ചെല്ലു പറയും, ഞാനൊരു കാര്യം പറയാൻ പോകും, ഒന്നും തോന്നരുത് എന്നോടൊന്നും. അപ്പോൾ തന്നെ നമുക്ക് തോന്നി. അപ്പോൾ മനസ്സ് എപ്പോഴും പ്രവർത്തിക്കുന്ന ഓപ്പോസിറ്റ്. മനസ്സിനെ കളിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സെപ്പോഴും ഒരു ആശയം കിട്ടിയാൽ ആ ആശയത്തിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നത്. ഈ ആശയം കൊടുക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നത്. നമ്മൾ മൈൻഡിന് എപ്പോഴും ഒരു ആശയം കൊടുക്കുന്നതുകൊണ്ടാണ് അത് ഓപ്പോസിറ്റ് ചിന്തിക്കുന്നത്. ഒരാശയം കൊടുക്കാതിരുന്ന് നോക്കി അതിന് പിടുത്തം കിട്ടത്തില്ല, അത് വർക്ക് ചെയ്യത്തില്ല. ശ്രമിക്കും, പക്ഷെ വർക്ക് ചെയ്യാൻ അതിനൊരു പിടുത്തം വേണം, ഒരു ആശയം വേണം. ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല. ഇത് രണ്ടും പ്രശ്നവും. ഒരെണ്ണം ചിന്തിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത് ചിന്തിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇതങ്ങ് ഒരു 100 കണക്കിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരും. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്ന് പറയും. എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് ഭരിക്കുന്നത്. എപ്പോഴും നമ്മളെ സ്പ്ലിറ്റ് ആക്കും. അപ്പോൾ നമ്മുടെ പവർ പകുതിയായിട്ട് കുറയും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതാണ് മൈൻഡിൻ്റെ വർക്കിംഗ് പാറ്റേൺ. നമ്മളിപ്പോൾ പറയും ലൈഫ് എന്നൊന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞ് ഉടനെ മൈൻഡ് ചോദിക്കും സ്പിരിച്വൽ ലൈഫാണോ മെറ്റീരിയൽ ലൈഫാണോ? അപ്പോൾ മെറ്റീരിയൽ ലൈഫ് എന്ന് പറഞ്ഞ് കരിയർ ലൈഫാണോ ഫാമിലി ലൈഫാണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അനന്തമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അവിടെ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസ് ഉണ്ട്. ഒരു വെള്ളം ഒഴുകി വരുമ്പോൾ നടുക്കൊരു പാറയുണ്ട്, ഇടിച്ച് 2ആയിട്ട് മാറി, പിന്നെന്ത് സംഭവിക്കും? അപ്പുറത്തൂടെ വന്നാൽ അത് കൂട്ടിയിടിക്കത്തില്ലേ, കറങ്ങി വന്ന്. അപ്പോൾ സ്പ്ലിറ്റ് ആയാൽ എപ്പോഴും എനർജിക്ക് കോൺഫ്ലിക്റ്റിനുള്ള ചാൻസ് ഇല്ലേ? അപ്പോൾ നമ്മൾ ഈ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റാകുന്ന ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അത് പിന്നെയും സ്പ്ലിറ്റ് ആകും. അതൊക്കെ തമ്മിൽ പിന്നെയും കൂട്ടിയിടിച്ച് അത് പിന്നെ അതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ 3, 6, 9 ഇങ്ങനെ സ്പ്ലിറ്റായി പോകാതിരിക്കട്ടെ. അതൊരു നിമിഷം കൊണ്ട് സംഭവിക്കുമ്പോഴാണ് ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബൊക്കെ ഉണ്ടാക്കുന്നത്. ഫിഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ സംഗതി. കൂടിച്ചേരില്ല മറ്റേത് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ അല്ലേ? ശരിയാണ് ഞാൻ പറഞ്ഞത്. ഇതേ സയൻസ് തന്നെയാണ് ചിന്തകളുടെ കാര്യത്തിൽ നടക്കുന്നത്. തലക്കകത്ത് അവരത് കാണുന്നില്ലെന്നേ ഉള്ളൂ.
ഒരു ചിന്ത 2ആയി 4ആയി 8ആയി കൂട്ടിയിടിച്ച് 16ആയി പരാന്തി പിടിച്ച് തല മുഴുവൻ ചിന്തയായിട്ട് ഇങ്ങനെ വട്ടടിച്ചിരിക്കും. ചിന്തകന്മാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. സ്കിസോഫ്രീനിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ ഉള്ളിൽ ചിന്തകൾ ഇങ്ങനെ ഭയങ്കരമായി കൂട്ടിയിടിച്ച് ഭയങ്കര അത് പ്രശ്നം. അതേസമയം പക്ഷെ നമുക്ക് ചിന്തകൾ ഇല്ലാതെ തന്നെ ഇങ്ങനെ ഇരിക്കാനും പറ്റില്ലല്ലോ. ഇതിനെ പോസിറ്റീവ് ചിന്തകളാക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. റിസോഴ്സ്ഫുൾ അവിടെ നമ്മുടെ തെറ്റ്. പോസിറ്റീവ് ചിന്ത എന്നുള്ളത് നമ്മൾ ആദ്യം പറയുന്നൊരു സാധനമാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? പോസിറ്റീവ് ചിന്ത എന്നൊരു ചിന്തയില്ല. ചിന്തയെല്ലാം നെഗറ്റീവാണ് എൻ്റെ അഭിപ്രായത്തിൽ. ചിന്ത യാഥാർത്ഥ്യമാണല്ലോ, സത്യമല്ലല്ലോ. സത്യമല്ലാത്ത എല്ലാം കള്ളമല്ലേ, അതെല്ലാം നെഗറ്റീവ് അല്ലേ. എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾക്കറിയോ, ഈ ചില ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് കാരണം വീട് ഉൾപ്പെടെ നഷ്ടപ്പെട്ടവരുണ്ട്. അവരങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ബി പോസിറ്റീവ്, നമുക്ക് അടയ്ക്കാൻ പറ്റും, ഇതിൻ്റെ അപ്പുറം നമ്മൾ അടയ്ക്കും. കാര്യം കാരണം നോക്കിയിട്ടല്ല. അപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ കാറൊക്കെ എടുക്കും. ഒരു റിസഷൻ വന്നു കഴിഞ്ഞപ്പോൾ ജോലി പോയി, ഇതടയ്ക്കാൻ പൈസ ഇല്ല. അവസാനം ബാങ്ക് വരെ കൊണ്ടുപോകും. 10 വർഷം കഴിഞ്ഞൊരു കാർ എടുത്തു, 20 ലക്ഷം രൂപയുടെ. 5 വർഷം കഴിഞ്ഞ് വിറ്റ് കഴിയുമ്പോൾ എന്തോ കിട്ടും? 5 ലക്ഷം രൂപ. 10 വർഷം കഴിഞ്ഞ് ഒരു 20 ലക്ഷം രൂപ കൊടുത്തൊരു വസ്തു വാങ്ങിച്ചു 5 സെന്റ്. 10 വർഷം കഴിഞ്ഞ് കൊടുത്താൽ എത്ര രൂപ കിട്ടും? ഇരട്ടി കിട്ടും എന്തായാലും. 19 ലക്ഷം രൂപ ആയി, അല്ലെങ്കിൽ 19 ലക്ഷം രൂപ കിട്ടി കുറഞ്ഞു. അപ്പോൾ ഈ രസസം വന്ന് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ ബി പോസിറ്റീവ് എന്ന് പറയുന്ന ശീലമാവുന്ന ആളോട് നമ്മൾ പറയണം, അറ്റ്ലീസ്റ്റ് കുറച്ച് ബി നെഗറ്റീവ്. നീ ഒന്ന് നെഗറ്റീവായി കിട്ടും. ചില ആൾക്കാരല്ലേ വീടുകളിലൊക്കെ സ്വത്തുക്കളൊക്കെ മുടിപ്പിക്കാനായിട്ട് ചില ആൾക്കാരുണ്ടാവും. ചില അനിയനോ ചേട്ടനോ ഒക്കെ കാണും. ഇവർ പോയി ബിസിനസ് അങ്ങോട്ട് ചെയ്യും. ബിസിനസ് ചെയ്ത് പൈസ ആയി പോയി, വലിയ കടമായി ജയിലിൽ പോകുന്ന പറയുമ്പോൾ ബാക്കിയുള്ള കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്ത് ഇറക്കാതിരിക്കാൻ പറ്റുമോ? അനിയനായില്ലേ, ചേട്ടനായില്ലേ, മോനായില്ലേ? അല്ലെ പെങ്ങളുടെ കണ്ണീര് കാണും. അളിയനായി, പെങ്ങൾ കരയും, അത് കാണേണ്ടി വരും. ആത്മഹത്യ ചെയ്താലോ? പാവപ്പെട്ടോ കഷ്ടപ്പെട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്ന, ഇല്ല ഉറുമ്പ് കൂട്ടി വെക്കുന്ന, ആഹാരം പോലും കഴിക്കാതെ പട്ടിണി കൊടുത്ത് കൂട്ടി വെച്ചിരിക്കുന്ന 10, 30, 40 ലക്ഷം രൂപ ഒരു വീട് വാങ്ങിക്കാൻ വെച്ചിരുന്നത്. അല്ലെ ആ ഉള്ള വീട് വിറ്റിട്ട് ആ പൈസ എടുത്ത് കൊടുത്തിട്ട്, പണയം വെച്ചിട്ട് എടുത്ത് കൊടുത്തിട്ട് ലോൺ ഇയാൾ പിന്നെ അടച്ചോണ്ടിരിക്കുക. അപ്പോൾ ബി പോസിറ്റീവ് ആവുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇതൊക്കെ. പലർക്കും നോ പറയാൻ പറ്റാത്തത് പോസിറ്റീവ് ആവുന്നുണ്ടോ? ഈ ഓവർ പോസിറ്റിവിറ്റിയുടെ പ്രമോഷൻ ഭയങ്കര അപകടമാണെന്ന് എൻ്റെ അഭിപ്രായം. നമുക്ക് പല പ്രശ്നങ്ങളും സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വലിയ കൊടി വീണ് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ജാങ്കോ ഞാൻ പെട്ട് മൊത്തം ഇനി അനങ്ങാൻ പറ്റത്തില്ല, അത്രയും കടവും പ്രശ്നങ്ങളുമായി. ഈ ബിസിനസ്സുകാർ പല ആളുകളും വലിയ കുഴി വീണ് എങ്ങനെ അറിയാം? ബിസിനസ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നടക്കത്തില്ല. പിന്നെ ബി പോസിറ്റീവ്, പ്രതീക്ഷ. അതും കൂടെ കുറച്ച് കടം കൂടെ വാങ്ങിച്ച് മുടക്കിയാൽ ചിലപ്പോൾ അതുകൂടെ റെഡിയായല്ലോ. അങ്ങനെ കുറച്ചുകൂടെ പൈസ മുടക്കി. ഇവൻ ആദ്യമേ നിർത്തിയിരുന്നെങ്കിൽ ഇത്രയും കടം വരത്തില്ല. ഒട്ടുമിക്ക ബിസിനസ്സുകാർ നിങ്ങൾ നോക്കൂ, കടം വരുന്ന ബുദ്ധിമുട്ടി ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് ഇത്രയും വലിയ കടം എങ്ങനെ വന്നു ചോദിച്ചാൽ അവർ പറയും പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്, ഹൈലി പോസിറ്റീവായിരുന്നു. ആരോടാണ് ഇത് പറയണ്ടേ? ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാളോട് പറഞ്ഞു അന്നൊന്ന് പോസിറ്റീവ് ആവും. പക്ഷേ ഹൈ പോസിറ്റീവ് പ്രൊമോഷൻ അപകടമാണ്. അപ്പം നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ കള്ളമാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ചിന്തകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതാണോ ചിന്തിക്കാതെ വണ്ടി ഓടിക്കുന്നതാണോ നല്ലത്? ആണോ? എല്ലാത്തിനും കയറി കൊടുത്തില്ലേ? അല്ല, ഇപ്പൊ ചിന്തിച്ചുകൊണ്ട് ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലേ അത് ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത. അവയർനെസ് നിന്നാലല്ലേ നമുക്ക് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്രെയിൻ 5 സെൻസിൽ നിന്ന് വരുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ എഫിഷ്യൻ്റ് ആയിട്ട്. സൈക്കോളജിയിൽ ഇത് പറയത്തില്ലേ, ഈ എന്തുവാ അബ്സ്ട്രാക്ട് റീസണിങ് എന്ന് പറയും. 5 സെൻസിൽ കൂടെ വരുന്ന ഡേറ്റകളെ കൃത്യമായി പ്രോസസ്സ് ചെയ്യാൻ, ബോധത്തിൽ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ്. അത് ചിന്തിക്കുമ്പോഴാണോ കിട്ടുന്നത്, ചിന്തിക്കാതിരിക്കുമ്പോഴാണോ? നമ്മളായിട്ട് ചിന്തിച്ച അപകടമാണ്. വേണ്ട ചിന്ത ശരീരം വേണ്ട രീതിയിൽ വർക്ക് ചെയ്തു. തോട്ട് പ്രോസസ് ഷുഡ് ബി ആൻ അസിസ്റ്റന്റ് ഓഫ് യുവർ കോൺഷ്യസ്നസ്. ബോധത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ചിന്തകൾ വർക്ക് ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്റ്റീവാണ്. ചിന്തകളുടെ അസിസ്റ്റന്റ് ആയിട്ട് ബോധം വർക്ക് ചെയ്യുമ്പോൾ ആറ്റം ബോംബ് ഉണ്ടാവും, ഡിസ്ട്രക്റ്റീവ്.
മറ്റേത് ന്യൂക്ലിയർ റിയാക്ടറായി ലൈറ്റ് കത്തിക്കാനൊക്കെ പ്രൊഡക്റ്റീവായി ക്രിയേറ്റീവായി. കോൺഷ്യസ്നെസ് ആണ് 0 ശിവൻ, ശക്തി -100 +100. ശിവൻ്റെ മുകളിൽ ശക്തി ഇരിക്കുകയോ ചെയ്യുമ്പോൾ പോസിറ്റീവാണ്. അതാണ് ഭദ്രകാളി സങ്കല്പമൊക്കെ ശിവൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണിച്ചേക്കുന്നത്. കോൺഷ്യസ്നെസ് ആണ് ശിവൻ. തിരിച്ചു വന്നാൽ ആകണോ ബോധത്തോടുകൂടി ബുദ്ധിയോടുകൂടി ഒരാളെ എങ്ങനെ കൊല്ലാം. തീവ്രവാദികൾ ചെയ്യുന്നതാ. തമോ ഗുണം കൂടുതലാണ്, അവയർനെസ് ഇല്ല, ബോധമില്ല. പക്ഷേ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചിട്ട് ആളുകളെ തല അറുത്ത് കളയുന്നു. അപ്പം ബോധപരമായ ഉയർച്ച ആണ് നമുക്ക് വേണ്ടത്. അവയർനെസ് ലെവല് അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് ചിന്ത എന്നുള്ളത് ടെമ്പററി ആയിട്ട് നെഗറ്റീവായിട്ടിരിക്കുന്ന ആളുകളോട് നമുക്കൊന്ന് പറയാൻ ഒരു പ്രാവശ്യം ഒന്ന് പറയാൻ പറ്റിയ ഒരു കാര്യം മാത്രമാണ്. അത് പോസിറ്റീവ് അല്ല, പലപ്പോഴും അത് നെഗറ്റീവാണ്. സെൻറ്ററിലാണ് കറക്റ്റ്, 0യിലാണ് സത്യം ഇരിക്കുന്നത്. നമ്മൾ റിയാലിറ്റിയിൽ എപ്പോഴും 0യിൽ നിൽക്കണം. ചിന്തയില്ലാത്ത അവസ്ഥയിൽ ആ 0 ഉണ്ടാകത്തുള്ളൂ. ലെഫ്റ്റും റൈറ്റുമാണ് തോട്ട് പ്രോസസ് നിൽക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കറുപ്പ് വെളുപ്പ്, പാപം പുണ്യം, തെറ്റ് ശരി, നല്ലത് ചിത്ത, ഇങ്ങനെ രണ്ടിനകത്ത് നമ്മൾ കിടന്ന് ഇങ്ങനെ അടുക്കുക രണ്ട് സൈഡിലും. സെൻറ്ററിൽ ഇതൊന്നുമില്ല. സാഹചര്യം അനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ ഇരിക്കുന്നത് പ്രസൻറ്റിലാണ്, 0യിലാണ്, സത്യത്തിലാണ്. സ്വാതന്ത്ര്യം മുഴുവൻ പോകുന്നത് ലെഫ്റ്റും റൈറ്റും പോകുമ്പോഴാണ്, രണ്ട് സൈഡിൽ എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പം നിങ്ങൾ എന്നോട് നിങ്ങളൊരു സ്പിരിച്വൽ മാനാണെന്ന് വെച്ചാൽ ഞാൻ പറയും അല്ലെന്ന്, എന്നാൽ മെറ്റീരിയലാണെന്ന് വെച്ചാൽ ഞാൻ പറയും അല്ലെന്ന്. അത് എൻ്റെ ഭയങ്കര ഫ്രീഡം തരും. നേരെ മറിച്ച് ഞാൻ സ്പിരിച്വൽ മാനായി കഴിഞ്ഞാൽ എനിക്ക് മുണ്ടും മടക്ക് കുത്തി 2 തെറി പറയാൻ പറ്റുമോ? എനിക്ക് റോഡിൽ ഒരാൾ വന്ന് നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് തെറി പറയാൻ പറ്റുമോ? പരസ്യമായിട്ട് വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ പേഴ്സൻ്റെ ലീലാവിലാസങ്ങൾ കണ്ടില്ലേ? ശമം ദമം ഉപരപം തിരിച്ച ഇതൊക്കെ പാലിക്കുന്ന ശാന്തനായ ഒരാളല്ലേ സ്പിരിച്വൽ ആൾ. ഇവനിങ്ങനെയാണോ കള്ളൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വരും. ഇപ്പോൾ അത് വന്നാലും കുഴപ്പമില്ല, കാരണം ഞാൻ ഇന്നും പറയുന്നില്ല ഐ ആം എ സ്പിരിച്വൽ പേഴ്സൺ. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ എന്നാൽ മെറ്റീരിയലാണ്. അതുമല്ല, കുറേ സ്പിരിച്വൽ ക്വാളിറ്റീസ് നമുക്കുണ്ട്. നമുക്കൊരു ഫോം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലിമിറ്റഡായി. അതായത് വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ ലെഫ്റ്റും റൈറ്റും ഫോമുകൾ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഈ ഫോമിലൂടെയാണ്. ലെഫ്റ്റിലിരിക്കുമ്പോൾ റൈറ്റ് അത് പറയും. ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിലെ കാര്യം ആലോചിക്കും, വീട്ടിലിരിക്കുമ്പോൾ ഓഫീസിലെ കാര്യം ആലോചിക്കും. എന്നാൽ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ കാര്യം, ഓഫീസിലിരിക്കുമ്പോൾ ഓഫീസിലെ കാര്യം ആലോചിച്ചാൽ അത് വൃത്തിയായിട്ട് നടക്കും അല്ലേ? ഇപ്പം കല്യാണം കഴിക്കുന്നില്ല നമ്മൾ തീരുമാനം എടുക്കും, ഞാൻ സന്യാസിയാവുക. അത് കഴിഞ്ഞിട്ട് നല്ല പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അസൂയ ബാക്കി എല്ലാവരും പെട്ടെന്ന് ജീവിതം പോയി അസൂയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ മാഷെ, ഇപ്പോൾ മാഷിപ്പോൾ ഒരു താന്ത്രിക് ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുന്നതാണല്ലോ. മാഷിന് തന്നെ പരിചയത്തിൽ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരുപാട് തന്ത്ര പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്തിട്ടും ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. റിയാലിറ്റീസ് ഇതുപോലെ ഫാമിലി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ? ഇതുപോലെ തന്നെ തോട്ട്സിന് ക്ലാരിറ്റി വരാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? ഇത് പ്രാക്ടീസ് ചെയ്തിട്ടും ശരിയാവാതെ അലൈൻഡ് ആവാതെ ഇരിക്കുന്നവരുണ്ട് അല്ലേ? പ്രാക്ടീസ് ഇതുപോലെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ആവും. അതല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. മനസ്സിലായി ഇല്ലേ? അതെ. അപ്പം ശരിക്കും തോട്ടിൽ ക്ലാരിറ്റിക്ക് പ്രാധാന്യം ഉണ്ടില്ലെന്നല്ല പറയുന്നത്. അത് ഞാൻ പറയുന്നത് കുറച്ച് ഹയർ ലെവലിലുള്ള കാര്യമാണ്. ആദ്യത്തെ ലെവലിലുള്ള ഒരാളോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് കുറേ പോസിറ്റീവ് തോട്ട്സ് ആവശ്യമാണ്. തോട്ടിൽ ക്ലാരിറ്റി നമ്മൾ കൊടുക്കണം, ഇല്ലേ നമുക്കൊന്നും പണി കാണത്തില്ലല്ലോ. അപ്പം ആളുകൾക്ക് അവിടെ ഒരു കുറച്ച് തോട്ടിൽ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എങ്ങനെ ചിന്തിക്കുന്നതാണ് പ്രൊഡക്റ്റീവ്, മറ്റേത് അൺപ്രൊഡക്റ്റീവാണ് എന്നൊക്കെ ആ ചിന്ത, അങ്ങനെയുള്ള ചിന്ത പാറ്റേണിലെ ബുദ്ധിശൂന്യത ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇതെല്ലാം വേണ്ടെന്നല്ല പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഈ ഒരു കീ കോർ റിയാലിറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് എക്സ്ട്രീമാണ്, അപ്പോൾ 2 തലങ്ങളാണ്. അതുകൊണ്ട് ഈ മറ്റേ തലത്തിലോട്ട് ഇത് കൊണ്ടുവന്നാൽ ഇത് മനസ്സിലാവത്തില്ല. ഞാൻ പറയുന്നത് ഓപ്പോസിറ്റായിട്ട് തോന്നുന്നു. ചിലപ്പോൾ ചിന്ത ഒന്നും വേണ്ട എന്ന് പറയുന്നതായിട്ട് തോന്നുന്ന അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് റിയാലിറ്റിയാണ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, കൊച്ചിലെ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു. കൊച്ചിനോട് അങ്ങനെ പറയുന്നത്. പിടിച്ചു 1ാം ക്ലാസ്സിൽ പഠിച്ചു. 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ വരുമ്പോൾ പറയും സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഒന്നുമില്ല. അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്ന പോലെ തോന്നുന്നതാണെന്ന് പറയും.
ഈ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി നമ്മൾ ഈ സാങ്കല്പിക അച്ചുതണ്ടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറയുന്ന കൂട്ട് ഈ പലപ്പോഴും ബേസ് ലെവൽ നോളജ് എന്ന് പറയുന്നത് ഹയർ ലെവൽ നോളജിന് ഓപ്പോസിറ്റാണ്. പക്ഷെ ആ ബേസ് ലെവൽ നോളജ് വേണം. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഒരു റിയാലിറ്റിയുടെ ഒരു ആഴത്തിലേക്കൊക്കെ വരുമ്പോൾ ഡ്രസ്സിന് ഒരു പ്രാധാന്യമില്ലെന്നോ. കാരണം ഇത് മനസ്സിൻ്റെ ഒരു രോഗമാണ് ഡ്രസ്സ്. പ്രപഞ്ചത്തിൽ ഈശ്വരൻ സൃഷ്ടിക്കുന്നത് ആരും ഡ്രസ്സില്ലാതാണ്. പ്രപഞ്ച സത്യം അതാണ്. മനുഷ്യൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രസ്സുകൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് തണുപ്പത്ത് പുതയ്ക്കാനും ഒക്കെ അതൊക്കെ വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ആ രീതിയിലല്ല ഞാൻ പറഞ്ഞു. അതിപ്പം ചിലപ്പോൾ ഒരു പട്ടിയൊക്കെ നല്ല ചൂടുള്ള വെള്ളത്ത് കയറിയിരിക്കും തണുപ്പുള്ളപ്പം, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ഈ മാനസിക രോഗമായിട്ടുള്ള ഡ്രസ്സിങ് സിസ്റ്റം എന്ന് പറയുന്നത് രോഗം, മാനസിക രോഗമാണ്. ഇത് യാതൊരു തർക്കവുമില്ല. ഈശ്വരൻ എന്നെ എങ്ങനെ സൃഷ്ടിച്ചോ അതുപോലെ പ്യുവറായിട്ട് ജീവിക്കുന്നിടത്താണ് ശരിക്കും ബോധമുള്ള അവസ്ഥ. അഘോരികളൊക്കെ അങ്ങനെ നടക്കുന്നത്, അവധൂതന്മാർ. എന്നെ എങ്ങനെ സൃഷ്ടിച്ചോ ദൈവം അങ്ങനെ ഞാൻ ജീവിക്കുന്നു. 100% ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നു. തെറ്റ് പറയാൻ പറ്റുമോ? തെറ്റ് പറയാൻ പറ്റത്തില്ല. അതാണ് പ്യൂരിറ്റി എന്ന് അവർ പറഞ്ഞാൽ ശരിയാ. പട്ടിയും പൂച്ചയൊക്കെ എങ്ങനെ, അത് പട്ടി ഒരു കൂളിംഗ് ഗ്ലാസ് ഷർട്ടും ആൻറ്റും ഒക്കെ ഇട്ടുകൊണ്ടിരുമ്പോൾ നമുക്ക് തോന്നും, അയ്യേന്ന് തോന്നും. ഇതുപോലെ ഈ മൃഗങ്ങളെല്ലാം നമ്മളെ നോക്കി പരിഹസിക്കല്ലേ? നമ്മളിത് അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി, അപ്പോൾ നിങ്ങൾ പോയിട്ടും ഇത് വിദേശിയല്ലേ അല്ല, ഇത് ഞാൻ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞല്ലേ, ഇതെല്ലാം ഞാൻ ഊരിലെ സിനിമയിലെ കുട്ടി ഇതെല്ലാം ഊരി കളഞ്ഞു കഴിഞ്ഞാലാ അപ്പം എൻ്റെ മോക്ക് നാളെ പെണ്ണ് കിട്ടുമോ? അല്ല ചെറുക്കനെ കിട്ടുമോ? എന്തെല്ലാം പ്രശ്നമുണ്ട്. എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രസ്സില്ലാതെ ഇവിടെയൊക്കെ നടന്നാല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കത്തില്ല. ആൾക്കാരെ കല്ലെറിയത്തില്ലേ? അപ്പൊ അതാ ഞാൻ പറഞ്ഞു വന്നത്. ബേസ് ലെവലിലുള്ള നോളജിൽ നിൽക്കുമ്പോൾ ആ ലെവലിൽ നിന്നില്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നും. പക്ഷെ അതാണ് ട്രൂത്ത്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഡ്രസ്സില്ലാതെ നിൽക്കുന്ന ആ ലെവലിലുള്ള കാര്യം ഈ പറയുന്നത്. പക്ഷെ അത് പുതിയ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. മഷു നേരത്തെ സൂചിപ്പിച്ച ആ എനർജിയുടെ കാര്യം വെച്ചിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. കുട്ടികൾ മുഴുവൻ അതിനകത്താണ്. അപ്പോൾ അവരുടെ എനർജി ഡിസ്റ്റോഷനാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ പ്രകൃതിയുമായി കൂടുതൽ ഇടപഴകുമ്പോൾ എനർജി അബ്സോർപ്ഷനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് നഴ്ചർ ചെയ്ത് വരുമ്പോൾ ഏത് രീതിയിലാണ് അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? നമ്മൾ ഇതിൽ നിന്നൊക്കെ കൂടുതൽ പ്രകൃതിയുമായിട്ട് ഇണച്ചേർന്ന് എപ്പോഴും അവരവർക്ക് തോന്നിയാൽ മാത്രമേ ബോധപരമായ മാറ്റം ഉണ്ടായെങ്കിലേ അവർക്ക് മാറ്റം വരുത്തും. ആർക്കായാലും, വലിയവർക്കായാലും. കള്ളു കുടിക്കുന്നതാണ്, കള്ളുകൂടി ഒരു നെഗറ്റീവാണെന്ന് എപ്പോൾ അയാൾക്ക് ബോധം വരണം, അപ്പോൾ മാത്രമേ അയാളത് കൺട്രോൾ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ പറയുന്നതിന് ദേഷ്യം കൂടത്തേ പോകും, വാശി കൂടത്തേ പോകും അല്ലേ? അപ്പം ബോധപരമായ ഉയർച്ച കൊണ്ട് മാത്രമേ നമ്മുടെ ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൻസറി എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു സെൻസറി എക്സ്പീരിയൻസിലൂടെ ആ ബോധം, ആ അവയർനെസ് ആക്റ്റീവ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. അമ്പലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കേണ്ട അതാണ് നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറുമ്പോൾ നമ്മൾ സോപാന സംഗീതം, ഇടയ്ക്കിടെ സൗണ്ട് വരിക, പ്രസാദം, തീർത്ഥം തളിക്കുക, തീർത്ഥം കുടിക്കുക അല്ലേ? അപ്പോൾ എല്ലാ ശരിക്കും ഇത് നമ്മൾ ബെറ്റി എറിക്സൺ ഹിപ്നോസിസ് എന്ന് പറഞ്ഞിട്ട് എറിക്സേനിയൻ ഹിപ്നോസിസിൽ ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ സൈക്കോളജിയിൽ. അപ്പം 5 സെൻസസിലും അതിന് മേലെ ഒരു 7 കാര്യങ്ങളിലേക്കും സെൻസസിനെ എൻഗേജ് ചെയ്യുമ്പോൾ ലോജിക്കൽ ബ്രെയിൻ കട്ടാവുകയും നമ്മൾ അവയർനെസ്സിലേക്ക് വരികയും ചെയ്യുന്ന ടെക്നിക്കാണ്. അത് തന്നെ അതിൻ്റെ ആഴത്തിലുള്ള സംഭവമാണ്. അപ്പം ശരിക്കും ഈ ഇമോഷനും കഥകളും ഒക്കെ വേണം നമുക്ക്. അപ്പോൾ കുട്ടികളെ ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളെ 5 സെൻസിലൂടെ കളിക്കാൻ. ഇപ്പോൾ ജെനുവിനായിട്ട് ഒരു കുറേ പിള്ളേരുടെ കൂടെ കളിക്കുന്നതും അവനൊരു ഗെയിം കാണുന്നതും തമ്മിൽ കളിക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്തോ? ജെനുവിനായിട്ടുള്ള ഈ 5 കുട്ടികളുടെ 5 സെൻസിൽ നിന്നുള്ള ലേണിംഗ് അവന് കിട്ടുന്നു. അപ്പോൾ എനർജി കിട്ടുന്നു. പക്ഷേ മറ്റിടത്ത് അവൻ്റെ എനർജി ട്രെയിൻ ചെയ്യാനുള്ള അവനെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ എന്താണെന്നറിയാമോ, ഈ എനർജി ലെവലിൽ എത്തുമ്പോൾ മനസ്സിലായിക്കോളും, നെഗറ്റീവിൽ നിൽക്കുന്ന ആളിന് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണോ? ശരിയാണോ? നെഗറ്റീവിൽ നിൽക്കുന്ന ആളിന് നെഗറ്റീവ് അല്ല പോസിറ്റീവ്. മനസ്സിലായില്ല? സിമ്പിളായിട്ട് പറയാം. അല്ല, ഇപ്പം കള്ളു കുടിക്കുന്ന ആളിന് ഒരാൾ വൈകിട്ട് കുപ്പിയായിട്ട് വരാമെന്ന് പറഞ്ഞാൽ
അവനെ ദൈവമായിട്ട് കാണും, മാലാഖയായിട്ട് കാണും. ഇനി ശകലം പോലും കുടിക്കരുത്, കുടിച്ചാൽ നിന്റെ ലിവർ മൊത്തം പോയി മരിച്ചു പോകുമെന്ന് പറയുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഇവനെ ഉപദേശിക്കുന്ന സുഹൃത്ത് ഇവൻ നെഗറ്റീവാണോ പോസിറ്റീവാണോ? എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവും, അയാളുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവാണ്. ഈ കള്ളൻ അല്ല, ഈ കള്ളല്ല, ഈ കുപ്പിയായിട്ട് വരുന്ന ആൾ, കുപ്പിയായിട്ട് വരുന്ന ആൾ ആരാണ്? അയാളെ സംബന്ധിച്ച്, അയാളുടെ ഫിസിക്കൽ വേൾഡിനെ സംബന്ധിച്ച് അത് നെഗറ്റീവും, അയാളുടെ മൈൻഡിനെ സംബന്ധിച്ച് പോസിറ്റീവും. എന്ന് പറയുന്നത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി അത് ഡാമേജ് ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഗെയിം, മെൻ്റലി അവന് ഇല്ല കള്ള് കുടിക്കുന്നത്, ഡോപാമിൻ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ അവിടെ അവയർനെസ് കൊണ്ടാണ് നമ്മൾ അതിനെ അതിജീവിക്കുന്നത്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യൻ ഒരു അമ്മയെ കണ്ട അമ്മയാണ്, പെങ്ങളെ കണ്ട പെങ്ങളാണ്, കുട്ടിയെ കണ്ട കുട്ടിയാണെന്ന് തിരിച്ചറിയാൻ വിവേകമുണ്ട്. പൂച്ചയ്ക്ക് പട്ടിക്ക് അതില്ല. അമ്മ പൂച്ച ആൺകുട്ടികളായി ജനിക്കുന്ന കുട്ടികളുമായിട്ട് ശാരീരിക ബന്ധം ഏർപ്പെടും. മനുഷ്യൻ അങ്ങനെ പറ്റത്തില്ല. മനുഷ്യന് അവയർനെസ് ഉണ്ട്. അതെന്താ? അവൻ്റെ ഉള്ളിലും സെക്ഷുവൽ കെമിക്കൽസൊക്കെ ഡോപാമിനൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവൻ്റെ അവയർനെസ് ആ ബോധത്തിലും കൂടി നിൽക്കുക. എന്നാൽ ഈ അവയർനെസ് പോകുന്ന സമയത്ത് മദ്യം കുടിക്കുമ്പോഴോ അല്ലെ അവയർനെസ് പോകുന്ന സമയത്ത് മനുഷ്യൻ പെൺമക്കളെ ഉപദ്രവിക്കുന്നവരില്ലേ? ഇല്ലേ? അപ്പോൾ ആ അവയർനെസ് അവനിൽ കുറഞ്ഞു നിൽക്കുന്നു. മദ്യം കുടിക്കാതെ തന്നെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. കാര്യം അവൻ്റെ അവയർനെസ് ബ്രെയിൻ കെമിക്കൽസിനേക്കാൾ താന്നുപോയി. അവയർനെസ് നമുക്ക് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്രെയിൻ കെമിക്കൽസിനെ മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് അവയർനെസ് കുറവുള്ളപ്പോഴാണ്. മരുന്ന് കൊടുത്ത് അവനെ ശകലം നോർമലാക്കിയതിന് ശേഷം അവനെ കൗൺസിലിംഗ് കൊടുത്തു, മെഡിറ്റേഷൻ കൊടുത്തു, ആർക്കിടൈപ്പ് മാറ്റി, അവൻ്റെ അവയർനെസ് ലെവലിൽ അവൻ്റെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഉയർന്ന ലെവലിലേക്ക് അവൻ്റെ ബോധ നിലവാരത്തെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ കെമിക്കൽസ് അവൻ്റെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടാക്കത്തില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇന്നും വരുന്ന വഴിക്ക് ഒരു പഴംപൊരി, മഞ്ഞ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കടയുണ്ട്. നിങ്ങൾക്കിത് ഭയങ്കര വീക്ക്നെസ്. നിങ്ങൾ അതില്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല. അത്രയും ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അത്രയും രുചിയാണ്. ഒക്കെ ഒരു ദിവസം വരുന്ന വഴിക്ക് ആ കടയിൽ എത്തുന്നതിന് മുമ്പ് ഹൈവേയിലാണ് നിങ്ങൾ ഒരു ഫോൺ വന്നു. നിങ്ങൾ ആ ഫോൺ വണ്ടി മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഈ മനുഷ്യൻ ചുറ്റും നോക്കിയിട്ട് നേരെ, നമ്മളെ കാണുന്നില്ല, നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ പെയിൻറ് കടയിൽ പോയി മഞ്ഞ പെയിൻറ് വാങ്ങിച്ചതിനകത്ത് ഒഴിക്കുന്ന കണ്ടാൽ, ഒരു ദിവസം വാട്സപ്പിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കണ്ടു കാണും ഒരു പക്ഷേ. അങ്ങനെ ആ പെയിൻറ് ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ അയാൾ പതിവ് പോലെ നിഷ്കളങ്കമായിട്ട് നമ്മളോട് പറയും, ആളിയാ കഴിക്കുന്നില്ല, പഴംപൊരി എടുക്കട്ടെ. വേണ്ട ചേട്ടാ, അതിനെന്താ ഇന്ന് മാത്രം എന്താ അടിപൊളി നല്ല മണം, അത് രുചിയൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് കണ്ടു നമ്മൾ കഴിക്കുമല്ലോ? കഴിക്കത്തില്ല. അപ്പം അവിടെ നിങ്ങൾക്ക് ഡോപാമിൻ സ്റ്റിമുലേഷൻ ഉണ്ട്, ആ കൊതിയുണ്ട്, അഡിക്ഷൻ ഉണ്ട്, ഇതെല്ലാം അവിടെ ഉണ്ട്. പിന്നെന്താ അത് കഴിക്കാൻ പറ്റാത്ത? ജ്ഞാനമാണ് നമ്മളെ മോചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയും. അറിവാണ് നമ്മളെ മോചിപ്പിക്കുന്നത്. നമ്മുടെ ബോധം, ബ്രഹ്മജ്ഞാനം ബോധത്തെ ഉയർത്തി നമ്മളെ എല്ലാത്തിൽ നിന്നും ഫ്രീഡം തരും. ഒരാളെ കണ്ടാൽ തന്നെ അവൻ നെഗറ്റീവാണ്, എനിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാക്കും, അവൻ്റെ പ്രാണം ശരിയല്ല, നെഗറ്റീവ് ആർക്കിടൈപ്സ് ഉണ്ട്, ഇതെല്ലാം ഒരാളെ കണ്ടാൽ തന്നെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഡൗൺലോഡ് ചെയ്യും. ഡേറ്റ കംപ്ലീറ്റ് ഇയാളുടെ ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട് എല്ലാം എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടൊന്നുള്ളതല്ല, ഏകദേശം നമുക്ക് തീരുമാനം എടുക്കത്തക്ക രീതിയിലുള്ള ഒരു നോളജ് നമുക്ക് ഡൗൺലോഡായി കിട്ടും. നമ്മൾ അവെയറാണ്. അതൊരു ഫുഡായാലും ഈ അവെയർനെസ് സ്കില്ലാണ് മൃഗങ്ങൾ ഫുഡ് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. തോട്ട് പ്രോസസ് വർക്ക് ചെയ്ത് തരണം അവർ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഇത് വരുന്നത്? അപ്പോൾ ഇത് കൊണ്ടുതരണം നല്ല ദേവതകളാണ്. നല്ല ദേവത ഉണ്ടെങ്കിലേ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. നല്ല ദേവതാണെന്ന് ഈ വൈബ്രേഷൻ ഫീൽഡ് ആർക്കിടൈപ്പ് നമ്മൾ പറഞ്ഞത്. നല്ല ആർക്കിടൈപ്സ് ഉണ്ടെങ്കിലും നല്ല നോളജ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ആർക്കിടൈപ്പിന് വേണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം, ആവർത്തിച്ച് പറയുന്ന കാര്യം. തന്ത്രത്തിൽ ഈ ആർക്കിടൈപ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മൈൻഡിനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു കുറേ നമ്മൾ ഒരാളെ നമ്മൾ കൗൺസിൽ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു റിസൾട്ട് ചിലപ്പോൾ നമുക്ക് ഒരു വാസന കൊടുത്താൽ സിമ്പിളായി കയറി വരാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ കുറച്ച് എളുപ്പമുണ്ട്, ഇത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല.
ഇതൊന്നുമില്ലാതെ ആളിരുന്നിട്ട് ഡിപ്രഷൻ അടിച്ച് മൊത്തം നെഗറ്റീവ് കെമിക്കലുമായിട്ടിരിക്കുമ്പോൾ നമ്മൾ അവനെ പറഞ്ഞ് പൊക്കി എടുക്കാൻ പറ്റുന്ന പാട്. ആദ്യം നമ്മൾ 2 മണിക്കൂർ കൗൺസിലിംഗ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ കാര്യം ഇങ്ങനെ സാറേ എന്ന് പറയും. സാറിന് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യും, പക്ഷേ ശരിയാ ഇതൊക്കെ പറഞ്ഞ, പക്ഷേ എനിക്കതങ്ങോട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ നമ്മൾ പറഞ്ഞ് കൊണ്ടുവന്ന് പൊക്കി അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് നമ്മൾ 3-4 ദിവസം കൊണ്ട് ഒരു ലെവലിൽ എത്തിക്കുന്ന അവസ്ഥ അയാളൊരു ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ, ഈ പറയുന്ന സയൻസ് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ, ഈശ്വരനെ അവൻ്റേതായ മതത്തിൻ്റെ രീതിയിൽ ഈശ്വരനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഉപാസിച്ച് കുറച്ച് ദിവസം നമ്മളൊന്ന് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് അവനിൽ വർക്ക് ചെയ്യും. വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ വെസ്റ്റേൺ സൈക്കോളജിയിൽ പറയുന്ന പല കാര്യങ്ങളും സ്റ്റേറ്റ് എലിസിറ്റേഷൻ ചെയ്തിട്ട് വേണം ഒരാളെ കൗൺസിൽ ചെയ്യാൻ എന്ന് പറയും. അതായത് അയാൾ ഇരിക്കുന്ന ആ സ്റ്റേറ്റ് ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്തിട്ട് മാത്രമേ അയാളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇൻഫ്യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് വർക്കാവില്ല. അപ്പോൾ അതിൻ്റെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ ഹെറിഡിറ്ററിയിലും പാരമ്പര്യമായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു തന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സാധാരണഗതിയിൽ ഒരു താന്ത്രിക് ഫാമിലിയിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും വിശ്വാസത്തിൻ്റെ തലത്തിൽ മാത്രം നിന്നിട്ട് വർക്ക് ചെയ്യുന്നവരെ കൂടുതൽ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ മാഷിന്റെ കാര്യം ഒരുപാട് ഡിഫറെൻ്റ് ആണ്. മാഷ് സൈക്കോളജിക്കലി ഇതിനെ ഒരു വളരെ സയന്റിഫിക്കലിയും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ തലത്തിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പം എന്താണ് അതിലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു കാരണം? എപ്പോഴെങ്കിലും ഇതൊന്നുമില്ല എന്നുള്ളൊരു തലത്തിലേക്ക് പോയിട്ടുണ്ടോ? തന്ത്രയോ അല്ലെങ്കിൽ ഒരു എനർജീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു തലത്തിൽ പോയിട്ടുണ്ട്? നമ്മൾ ഇതിനകത്തിലേ നമുക്ക് ചെറുപ്പത്തിലെ നമുക്ക് ട്രൂത്തിനോടുള്ള ആഭിമുഖ്യം ഭയങ്കരമാണ്. ചെറുപ്പത്തിലെ നമ്മൾ സത്യം അറിയുക അല്ലെങ്കിൽ സത്യത്തിനോടുള്ള ഒരു പ്രതിപത്തി അതൊരു പക്ഷേ ജന്മന ഉള്ള കൂട്ടൊരു തോന്നല. എന്ന് വെച്ചാൽ ട്രൂത്ത് ആരെന്ത് പറയുന്നു ട്രൂത്തിനുള്ള താല്പര്യം. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിൽ ഈ സയൻസിൽ നമ്മൾ റിസർച്ച് ബയാസിൻ്റെ കാര്യം പറഞ്ഞില്ലേ തുടങ്ങിയപ്പോൾ, നമ്മൾ മുൻവിധികളില്ലാതെ അന്വേഷിക്കണം. അപ്പോൾ ഈ മുൻവിധികൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ സത്യം അറിയാൻ പറ്റാത്തിരിക്കുന്നു. കുറേ അന്ധവിശ്വാസങ്ങളും കുറേ കറക്റ്റായ കാര്യങ്ങളും ചേർന്ന സ്പിരിച്വൽ അനുഭവങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റ് നെല്ലും പതിരും തിരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് നമുക്കിത് കറക്റ്റ് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ആൾക്കാരുടെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അപ്പം സോ കോൾഡ് ഒരു ട്രൂത്ത് സീക്കിംഗ് ഒന്നുമല്ല, കാശി പോലുള്ള സ്ഥലങ്ങളിൽ പോവുക അങ്ങനത്തെ സംഭവമല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര അറിയത്തുള്ളൂ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? അത് ഇന്നടത്ത് ഒരാളുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാം. അയാളൊക്കെ ചെന്ന് വലിയ കാര്യമായിട്ടൊക്കെ സംസാരിച്ച് വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും പുള്ളിക്കാരന് അത്ര വലിയ അറിവില്ല. കുറേ അറിയാം, കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി പറയുന്നത് എനിക്കിതിൽ കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പാലക്കാട് ഒരാളുണ്ട്, അവർ പാലക്കാട് പോവാം. അങ്ങനെ സെർച്ച് ചെയ്താണ് ഈ പറയുന്ന ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പല റിലീജിയനുള്ള ആൾക്കാരോട് സഹകരിച്ചു. ഓഷോയുടെ ആശ്രമത്തിലുണ്ടായിരുന്നു പൂനെയിൽ. അങ്ങനെ പല ഇതൊക്കെ വിട്ടിട്ട് മറ്റുള്ള റിലീജിയനായിട്ടുള്ള കാര്യങ്ങൾ സൂഫിസവുമായി ബന്ധപ്പെട്ടു, സെൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ആൾക്കാരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇവരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ റിയൽ ആയിട്ടുള്ള ചില ആൾക്ക് ചില പറ്റിച്ചിട്ടുണ്ട്, ദൈവത്തിനെ കാണിച്ചു തരുന്നത്. അങ്ങനെയൊക്കെ ഇതിന് ലാസ്റ്റ് ചില റിയൽ ആയിട്ടുള്ള ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടി കഴിഞ്ഞിട്ടാണ് ഇത് കറക്റ്റ് ഇതൊക്കെ സംഭവം ഇതൊക്കെ ഇന്നാന്ന് മനസ്സിലാകും. അതിനു മുമ്പ് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, പൂജ കഴിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ട്രഡീഷണൽ ഒരു മൈൻഡ് സെറ്റിലാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും കാര്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നല്ലേ ചെയ്യുന്നത്. ഒരു പണ്ടൊരു വീട്ടിലൊരു സന്യാസിയുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച ശ്രാദ്ധം കൊടുക്കുന്ന സമയത്ത്, ബലി കൊടുക്കുന്ന സമയത്ത് ഈ ഹവിസ്, അതായത് ഈ ചോറ് വെച്ചേക്കുന്നൊക്കെ ഹവിസ് ഉരുളി ഉരുട്ടി വെക്കാൻ വെക്കുന്ന ചോറൊക്കെ ഈ പൂച്ച കൊണ്ട് തിന്നും. ആ പൂച്ചയെ അവിടെ ഒരു മരത്തെ കെട്ടിയിട്ട് അല്ല അവിടെ തൂണെ കെട്ടിയിട്ടിട്ടാണ് ശ്രാദ്ധം നടത്തുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ സ്വാമി മരിച്ചു. അപ്പോൾ സ്വാമി മരിച്ചു പോയിട്ട് ഇങ്ങനെ വന്ന ഒരു ദിവസം ഈ പൂച്ച ഇങ്ങനെ കെട്ടിയിട്ടുള്ളൂ. ഒരു ദിവസം സ്വാമി മരിച്ചു പോയി, ഒരു ദിവസം പൂച്ച മരിച്ചുപോയി. അപ്പോൾ പിന്നെ ശ്രാദ്ധം മുടങ്ങി. എന്താ പൂച്ചയില്ല ഇങ്ങനെ ശ്രാദ്ധം നടത്തും. അപ്പോൾ അവർ വേറെ എങ്ങോട്ടൊന്നും കഷ്ടപ്പെട്ടൊരു പൂച്ചയെ കൊണ്ടുവന്ന് മരത്തെ തൂണെ കെട്ടിയിട്ടിട്ട് ശ്രാദ്ധം നടത്തും. അത് ഈ ശ്രാദ്ധം നടക്കുന്ന പൂച്ച കെട്ടിയിട്ട് ശ്രാദ്ധം നടത്തുന്ന പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്.
ഇതെന്തിനാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികം തോന്നത്തില്ലേ? അതിപരിചയാത അവജ്ഞ എന്ന് പറയും സംസ്കൃതത്തിൽ. അതിപരിചയ അവജ്ഞ ഉണ്ടാക്കും. അമ്പലത്തിൽ വെളിയിൽ നിന്ന് തൊഴുന്ന ആൾക്ക് ഭയങ്കര ഭക്തിയാണ്, പക്ഷെ പൂജാരിക്ക് അത്ര വലിയ ഭക്തി കാണത്തില്ല നോർമലി. കാരണം അവർ അതിപരിചയ അവജ്ഞ ഉണ്ടാക്കും, എപ്പോഴും സഹകരിക്കാതെ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര സംഭവമില്ല. അകത്ത് നിൽക്കുമ്പോൾ ഇപ്പം മോഹൻലാൽ ലാലേട്ടൻ ഭയങ്കര സംഭവമാണ്. 4 ദിവസം നമ്മളോട് സഹകരിച്ചാൽ എന്ത് എഴുതി തോന്നും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ. അപ്പം നമ്മൾ ഇതല്ലാതെ എന്തോ ഉണ്ട് ഇതിനപ്പുറം, പക്ഷെ അതറിയാൻ വയ്യ. അപ്പം നമ്മൾ അന്വേഷിച്ചു, യുക്തിവാദപരമായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കോമൺ. അന്നേ നമ്മളൊരു കാര്യം തീരുമാനമെടുത്തു, ഇതിൻ്റെ ഈ പ്രാക്ടിക്കൽ കാര്യങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല, പക്ഷെ എന്തോ കാര്യങ്ങളുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളൊക്കെ 5000 കൊല്ലമായിട്ട് ഈ അമ്പലം നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇതറിയത്തുമില്ല, ഈ ഇന്റർ കണക്ഷൻ, ഈ ലിങ്ക് നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ അന്നേ തീരുമാനമെടുത്തു, ഇത് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നും അറിയത്തില്ല, ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കിട്ടിയാൽ നമുക്കിത് സിമ്പിളായിട്ട് ഇത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണക്ട് ചെയ്തിട്ട് സമാധിയായിട്ട് പോകും, അല്ലെങ്കിൽ ഈ ലോകത്തോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനം അന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ബുദ്ധിമുട്ട് നമ്മൾ ഈ ഇന്ത്യ മുഴുവൻ നടന്നിട്ടും ഇതിൻ്റെ ഒരു ചെറിയ സാധനം കണക്ട് ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കണ്ടപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കും അവർ. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ, നമുക്കിത് ബോധ്യപ്പെട്ടാൽ, അത് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ നമ്മളന്ന് വെച്ചു. ചില പറയത്തില്ല എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ വെച്ചാൽ നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയത്തില്ല. എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ലക്ഷ്യം ഇത് ആൾക്ക് കിട്ടിയാൽ കൊടുക്കുമെന്നുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചപ്പോൾ ഫാസ്റ്റായിട്ട് അതിലോട്ട് വരാനായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ ആ ഒരു വാക്ക് നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ആളുകൾക്ക് ട്രൈ വെക്കുന്നത്ര രീതിയിൽ. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീടാണ് ഞാൻ പോയി സൈക്കോളജിയൊക്കെ പഠിക്കുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതെല്ലാം വെച്ച് കെട്ടി പഠിത്തമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ സെർച്ചും കാര്യങ്ങളായിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് ആളുകൾക്ക് സിമ്പിളായിട്ട് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിലും എഫക്റ്റീവ് ആക്കണമെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങൾ പഠിക്കണം, പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന. അതും കൂടെ വന്നാൽ ഇതിൻ്റെ ചില ഇന്റർ ലിങ്ക്സ്, പൂർത്തിയാകാതെ കിടക്കുന്ന ചില ലിങ്ക്സ് നമുക്ക് കണക്ട് ചെയ്യാൻ സൈക്കോളജി കൂടെ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇതിനെ പോയി PG എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം ശരിക്കും ഇത് നമ്മൾ ഒരു നിയോഗം എന്നുള്ള രീതിയിൽ എത്തിപ്പെട്ടായിട്ടാണ്. നമ്മുടെ മിടുക്കൊന്നും ഉണ്ടെന്ന് തോന്നില്ല നമ്മൾ. കാരണം നമ്മുടെ മിടുക്ക് വെച്ചല്ല നമുക്ക് ഈ ട്രൂത്തിനോടുള്ള പ്രതിപത്തി ഉണ്ടായത്. നമുക്ക് പിന്നീടൊക്കെ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. സത്യത്തോടുള്ള പ്രതിപത്തി, ഒരു അന്വേഷണാത്മകതയല്ല ഇന്ന് എല്ലാവരും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ സയൻറ്റിസ്റ്റുകളെ ആയാലും ഒക്കെ ഡെവലപ്പ് ചെയ്യിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. വല്ല പൂർവ്വജന്മാർജിതമായിട്ടെന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞു കൊടുത്ത്. ഇത് നമ്മുടെ വീട്ടിൽ 3-4 സഹോദരങ്ങളുണ്ട്. അവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഹൈ വോൾട്ടേജിലുണ്ടായിരുന്നു. അച്ഛനും അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അച്ഛൻ പറയും തമാശയ്ക്ക് പോലും കള്ളം പറയുന്നു, കോമഡി ആയിട്ട് പോലും കള്ളം പറയില്ലെന്ന്. സ്ട്രിക്റ്റാണ്, ഭയങ്കര ദേഷ്യം. ബാക്കി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ഇന്ന് തെറ്റ് ചെയ്ത ആരും പറഞ്ഞാൽ കുഴപ്പമില്ല, ഇങ്ങനൊരു അബദ്ധം പറ്റിയത്. പക്ഷെ നമ്മൾ കള്ളം പറഞ്ഞാൽ അത് ഭയങ്കര ശിക്ഷ. അപ്പം അതിനത്രയും ഒരു ചെറുപ്പത്തിലെ ഒരു ഇതും ഉണ്ടായിരുന്നു. അതും കൂടെ ഉണ്ട്, അതും പ്രധാന കാര്യം, അതും പ്രധാനമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആളുടെ ജന്മന. പക്ഷെ കുഞ്ഞുനാളിൽ എനിക്ക് ഇതൊക്കെ ട്രൂത്ത് അറിയണമെന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ വഴക്ക് പറയുന്നതിന് മുമ്പേ ഉള്ള സാധനമാണ്. അപ്പം ഇതെല്ലാം. അപ്പം എനിക്ക് തോന്നുന്നത് അതിന് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് ജനിക്കുകയാണ്. പൂർവ്വജന്മാർജിതമായിട്ട് അതിന് പറ്റുന്ന, അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത്. അപ്പം ഇതെല്ലാം 2 കൈ അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകും. അപ്പോൾ പ്രപഞ്ചവും നേച്ചർ ആൻഡ് നേച്ചർ ഡിബേറ്റ് എന്നൊരു സാധനമില്ല സൈക്കോളജി. ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ നേച്ചറാണോ ഇടപെടുന്നത് അതോ നർച്ചറിങ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും കിടക്കുകയാണ്. ജന്മനാ ഉള്ള ഇതാണോ അയാളുടെ പേഴ്സണാലിറ്റിയിലുള്ള ചേഞ്ചസ്, അതോ പ്രപഞ്ചം കൊണ്ടുവരണമാണ്? നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ടും കൂടാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ഹാഫ് ജേർണി പൂർത്തിയാക്കുന്ന കൂട്ടാണ് തോന്നുന്നത്. പരമ്പരാഗത താന്ത്രിക കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഈ സൈക്കോളജി പഠിക്കാൻ പോയത് കൊണ്ട് ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക, അത് തെറ്റ്. ഈ ബ്രാഹ്മിൻസ് എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണലാണ്, അവർ പഴയതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനല്ല. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഏറ്റവും കൂടുതലും വലിയ ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രാഹ്മിൻസ് തന്നെയാണ്. അവരെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം VT പട്ടതിരിപ്പേരായാലും
അല്ല EMS നമ്പൂതിരിപ്പാടായാലും, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ശരിക്കും ഈ ബ്രാഹ്മിൻസ് തന്നെയാണ് അവരെ ഉദ്ധരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടേതായ രീതിയിൽ ഇപ്പോൾ മോഡേൺ കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പണ്ടൊന്നും വീട്ടിൽ അങ്ങനെ ആൾക്കാരെ കയറ്റത്തില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി ഇപ്പോൾ അതൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ മോഡേൺ കാര്യങ്ങൾ നമ്മളൊന്നും വീട്ടുകാർ സപ്പോർട്ടാണ്, പക്ഷേ ഒരു അന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം വലിയ ടോപ്പിലുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ബ്രാഹ്മിൻസിൽ, വലിയ വലിയ സയൻറ്റിസ്റ്റുകളോ അല്ലെ പല ഒരുപാട് മേഖലകളുണ്ട്. പിന്നെ എണ്ണം പൊതുവെ കുറവാണ് എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ അനുവാദത്തിൽ വരത്തുള്ളൂ എന്നുള്ളേ ഉള്ളൂ. അപ്പം അങ്ങനെയൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ല. ഇതിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ഏരിയ ഉണ്ടോ എന്നുള്ളതാണ്. ചില മോഡേൺ മെഡിസിൻ ഇപ്പോൾ ഡോക്ടേഴ്സ് ഒന്നും മുഴുവനായിട്ട് സ്പിരിച്വലി ഇത് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമോ? അതുണ്ട്. ഇപ്പം അതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പിരിച്വലായിട്ട് പോകുന്ന ആൾക്കാർ ഒട്ടുമിക്ക ആളുകൾക്ക് ഈ മോഡേൺ സംഭവങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം അത് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഈ താന്ത്രികമായി ഇത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കുറേ നോളജ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് എപ്പോഴും അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അതിപ്പോൾ ബ്രാഹ്മിൻസ് എന്നുള്ളതല്ല, സ്പിരിച്വലായിട്ട് പോകുന്ന എല്ലാവരും ഈ മോഡേൺ സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ സയൻസിന് കുറച്ചൊക്കെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കും. അത് മൈൻഡിന് എപ്പോഴും ഒരു ആശയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഇപ്പോഴും മൈൻഡ് നമ്മുടെയൊക്കെ ചോദിക്കും, ഇത് ശരിയാവുമല്ലോ, ഇപ്പോൾ പറ, നല്ല ആളാണോ ചീത്ത ആളാണോ. എപ്പോഴും ഒരു സംഭവം ഫിക്സ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതിന് എതിരായിട്ട് ഇത് മനസ്സിന് ഏറ്റവും വലിയ പ്രശ്നം അരക്ഷിതാവസ്ഥയെ തുടരാണ്. അരക്ഷിതാവസ്ഥ തുടരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. റോൾ കൺഫ്യൂഷൻ എന്ന് പറയും. മനുഷ്യന് ഏറ്റവും ഒരു ബുദ്ധിമുട്ട്, ആത്മഹത്യ വരെ ആൾക്കാർ ചെയ്യുന്നത് ഈ റോൾ കൺഫ്യൂഷൻ കൊണ്ടാണ്, അല്ലേ? ഈ എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം എന്നുള്ള ഒരു ത്വര മനുഷ്യനുണ്ട്. അരക്ഷിതാവസ്ഥ നിൽക്കാനുള്ള ധൈര്യമില്ല. അരക്ഷിതാവസ്ഥയാണ് ഏറ്റവും സേഫ് സോൺ. അരക്ഷിതാവസ്ഥ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണം, നമുക്ക് സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ അരക്ഷിതാവസ്ഥയിലായതുകൊണ്ടാണ് നമ്മൾ വളരെ അവെയറാവുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പട്ടി വട്ടം ചാടും, അല്ലെങ്കിൽ ഇന്നാലിപ്പോൾ നമ്മൾ അങ്ങനൊന്നും വരത്തില്ല എന്ന് പ്രതീക്ഷിച്ചു പോയാൽ അപകടം വരും, അല്ലേ? പല അപകടങ്ങളും അങ്ങനെ ഉണ്ടാവുന്നു. ഒരു കുഴപ്പവും വരത്തില്ലെന്ന് വെച്ച് ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ അപകടം ഉണ്ടാകും. കാരണം അവിടെ സേഫ് സോണ് ഒരു ഫിക്സ് ചെയ്ത് നമ്മൾ അപകടം വരത്തില്ല, ഇവിടെ സേഫാണ്. റീചെക്കിംഗ് ഇല്ല അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുമ്പോൾ എളുപ്പം ഒരു പട്ടിയെടുത്ത് വട്ടം ചാടുമ്പോൾ നമ്മുടെ സകല പ്ലാനിങ്ങുകൾ തെറ്റിപ്പോകുന്നുള്ളതാണ്. നേരത്തെ കുറച്ച് എന്ത് സംഭവിക്കാമെന്നൊരു ഭയം ഉണ്ടെങ്കിൽ ചവിട്ടാത്തക്ക രീതിയിൽ വണ്ടി ഓടിക്കത്തുള്ളൂ. എപ്പോൾ വേണേൽ ചവിട്ടാൻ പാകത്തിന് റെഡിയായിട്ട് നമ്മൾ വണ്ടി ഓടിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ വരത്തില്ല. അപ്പോൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ള രീതി വണ്ടി ഓടിക്കുന്നതാണോ, ഒരു കുഴപ്പം വരത്തില്ലെന്ന് വെച്ച് വണ്ടി ഓടിക്കുന്നതാണോ നല്ലത്? അപ്പം ജീവിതത്തിൽ അരക്ഷിതാവസ്ഥയാണ് ഏറ്റവും വലിയ സേഫ്റ്റി. കാരണം അവിടെ മൈൻഡ് പിടിക്കുന്നില്ല, പ്ലാനിങ്ങിലുണ്ടായിട്ട് പിന്നീട് ചതിവ് വരുത്തുന്നില്ല. ഈ അടുത്ത നിമിഷം അങ്ങ് ചാടി എണീറ്റ് ഈ ക്യാമറയുടെ കാലെടുത്ത് എൻ്റെ തലയിൽ അടിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം ഇത് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് സംഭവിക്കുക, എവിടെ വേണം, ഒന്നിലും ഒരു ഇതും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തിനും പ്രിപ്പയർ ആകും. പക്ഷെ ആശയങ്ങൾ നമ്മളെ പാസ്റ്റിലേക്ക് നയിക്കുകയും അതിലൂടെ പിന്നെയും സങ്കല്പങ്ങൾ കെട്ടിപ്പൊക്കുകയും അത് തകരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ. അപ്പം മനുഷ്യ മനസ്സുകൾക്ക് നിലനിൽക്കണമെങ്കിൽ ആശയങ്ങൾ വേണം. മനസ്സുകൾ നിലനിന്നില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും തോന്നും. മനസ്സില്ലാതെ ജീവിക്കുന്നതിന് ഏറ്റവും സ്വാതന്ത്ര്യവും സന്തോഷവും. പൂച്ചയും പട്ടിയൊക്കെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. മനസ്സില്ലാതെ ജീവിക്കുന്ന എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ രുചി അറിയാത്തത്. അത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. മനസ്സാണ് എല്ലാ ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും കാരണം. മനസ്സാണ് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ അന്നത്തെ ഉറക്കം പോകും. നമ്മളെ എമ്പതറ്റിക്കലാക്കി. സിമ്പതി മാത്രം മതി, എമ്പതി വേണ്ട. സിമ്പതി കൊണ്ട് ഗുണമുണ്ട്. എന്താ, അവർക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഒരേ മനസ്സോടുകൂടി ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ വിഷമം മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നു.
എമ്പതി വരുമ്പോൾ നമ്മളും കൂടെ വിഷമിച്ച് നമ്മളും അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിരിക്കും. ഒരു സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? സിമ്പതിയാണോ എമ്പതിയാണോ? ഈ എമ്പതിയിലൂടെയാണ് സകല ബാധകൾ നമ്മൾ പ്രവേശിക്കുന്നത്. സിമ്പതി എമ്പതിയായിട്ട് മാറ്റി അല്ലേ? എല്ലാ താതാത്മ്യ ഭാവമുള്ള ആളുകൾ, എമ്പതറ്റിക് ആയിട്ടുള്ള ആളുകൾ സെൻറ്റർ ഒരു ആങ്കർ ഇട്ട ഒരു കപ്പൽ പോലെ ആയിരിക്കത്തില്ല. അവർ പറയുമ്പോൾ അത് ശരിയാന്ന് തോന്നും, ഇവർ പറയുമ്പോൾ ഇത് ശരിയാന്ന് തോന്നും, അമ്മ പറയുമ്പോൾ ശരിയാന്ന് തോന്നും, ഭാര്യ പറയുമ്പോൾ അത് ശരിയാന്ന് തോന്നും. അവസാനം തമ്മിലടിയും കുട്ടത്തല്ലും മകളോ ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും ഇല്ലാത്തവരാണ്. ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്ന ഇങ്ങനെയുള്ളവരാണ്. പക്ഷെ അവർക്ക് നോ പറയാൻ പറ്റത്തില്ല ആരുമായിട്ട്. അവർ പറഞ്ഞത് ശരി, ഇവർ പറയുന്നത് ശരിയാണ്. അപ്പോൾ അത് എമ്പതിക്കാരാണ്. അവരിലേക്കാണ് ഏറ്റവും കൂടുതൽ ഈ സ്പിരിറ്റ് പേഴ്സണാലിറ്റി പ്രോസസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്ക് സജസ്റ്റബിലിറ്റിയാണ്, ഹിപ്നോട്ടിക് സജസ്റ്റബിലിറ്റി ആയിരിക്കും. ഒന്ന് പറയുമ്പോഴത്തേക്ക് കുറയും കഴിയും. കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചില്ല? അവർക്കാണ് ഏറ്റവും കൂടുതലും പ്രശ്നമുള്ളത്. കാരണം അവർ ആര് പറഞ്ഞാലും അത് അവരങ്ങ് ഫുള്ളേ അവരായി മാറുക. വിഷമം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് അരിഞ്ഞില്ലാതാവും. ഒരു 5,000 രൂപ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ എങ്ങനെ പറയുമ്പോൾ 10,000 രൂപ എടുത്ത് കൊടുക്കും, അല്ലെ 5,000 രൂപ എടുത്ത് കൊടുക്കും. പിന്നെ ബീവറേജസ് ഇന്ന് കള്ളു കുടിക്കാൻ തള്ളുന്നതാണ്. അപ്പോൾ സ്ഥിരം പറ്റുന്ന ഇവർക്ക് എത്ര ആയാലും ഒരു പഠിക്കത്തില്ല, പിന്നെ ഇത് തന്നെ കാണിക്കും. അപ്പം എമ്പതി നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് വർക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ശരിക്കും നമ്മളെന്താ പറഞ്ഞത്, നമ്മുടെ ബേസ് നമ്മുടെ ഈ ഒരു ആശയം നമുക്കുണ്ടാകും. ആ ആശയത്തെ പിടിച്ചാൽ മൈൻഡ് വളരും. അപ്പോൾ ആശയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ യൂസ് ചെയ്യപ്പെടും. മറ്റുള്ളവർ എനിക്കിപ്പോൾ ഇന്ന ഒരു മേഖല വിജയിക്കുന്നുണ്ട്, ആ മേഖലയിൽ സീനിയറായിട്ട് ഇരിക്കുന്ന ആളുകൾ നമ്മൾ യൂസ് ചെയ്യും ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അപ്പോൾ നമ്മുടെ ആശയം അവിടെ ഉള്ളതുകൊണ്ടല്ലേ എന്ന് പറയുന്നത്. നമ്മൾ ഈ ആശയങ്ങളുള്ളപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ കഴിവ് പകുതിയായിട്ട് കുറയും, നമുക്ക് ഫ്രീഡം പോയി. ആ ആശയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ചിന്തിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബോധപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ആശയങ്ങൾ തടസ്സങ്ങളാവും. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ ഒരു ഫിക്സേഷന് വേണ്ടി ശ്രമിക്കും. സയൻസ് ഒക്കെ തെറ്റ്, ഇതല്ലേ നമ്മുടെ പോയിന്റ്. സ്പിരിച്വാലിറ്റി മാത്രമാണ് ഈ പറയുന്ന, ഞാൻ ചെയ്യുന്ന സ്പിരിച്വാലിറ്റി മാത്രമാണ് ശരി എന്നൊരു ഫിക്സേഷൻ മാത്രം അല്ലേ? അതാ അവരുടെ ഈഗോയ്ക്ക് നിലനിൽക്കാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരിക്കലും ഇതിന് ഓപ്പോസിറ്റ് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ റിസർച്ച്, സയന്റിഫിക് ടെമ്പർ പോവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള നോളജ് കിട്ടത്തില്ല. അപ്പൊ സത്യത്തിന് നമ്മളെക്കാൾ വലിയ വാല്യൂ കൽപ്പിക്കുന്നവർക്ക് മാത്രമേ നമുക്കെതിരായിട്ട് സഞ്ചരിക്കാൻ പറ്റൂ. സത്യം അതെനിക്കറിയണം. ഈ സത്യത്തിന് നമ്മളെക്കാൾ വലിയ, എൻ്റെ ഈഗോയേക്കാൾ എനിക്ക് തെറ്റുപറ്റി എന്നെനിക്ക് പറയാൻ മടിയില്ലാതെ വരണം. എന്നെങ്കിൽ മാത്രമേ എനിക്ക് സത്യം തെളിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ധരിച്ചത് അങ്ങനെയല്ല, അബദ്ധം പറ്റി എന്ന് തുറന്ന് എന്നോട് തന്നെ സമ്മതിക്കുക എന്നുള്ളത് ഒരു വളരെ വേദനയുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ? നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ, ഭാര്യ, ഭർത്താവ്, ഒരു നമ്മളിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് പെരുമാറുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ മീനിങ് അവരുടെ മേലെ കൊണ്ടുവച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എൻ്റെ ഭാര്യയാണ്, കുട്ടികളാണെന്ന് വെച്ചു. അപ്പം നമുക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ നമ്മളിങ്ങനെ മീനിങ് കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫ് അവരുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം അതൊരു ഗ്യാരണ്ടി ഇല്ല. ഇമോഷൻസിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? ഈ ഇമോഷൻസ് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മളെ ലൈഫ് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ എന്തോ പഠിക്കേണ്ട അവിടെ, എനിക്ക് മിസ്റ്റേക്ക് പറ്റി, ഞാനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ അവിടെ സത്യത്തിന് അക്സെപ്റ്റ് ചെയ്യുകയാണ്, അതാണ് സത്യം. പക്ഷെ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നോർമലി അവരുടെ കുറ്റമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് അല്ല ഭർത്താവിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ല വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് വേറൊരു, അപ്പം അവർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ മിസ്റ്റേക്ക് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അല്ല, എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ എന്തിനാണ് എൻ്റെ ലൈഫിൻ്റെ മീനിങ് അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല. അപ്പം നമ്മൾ ഫ്രീ ആവും. അതോടുകൂടി സത്യം മാത്രമാണ് നമ്മളെ ഫ്രീ ആക്കുന്നത്. ലിബറേഷനിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ സത്യം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സത്യത്തിന്, അതാദ്യം പറഞ്ഞു, സത്യത്തിന് നമ്മുടെ ജീവൻ നമ്മളെക്കാൾ വലിയ പ്രാധാന്യം, നമ്മുടെ വ്യക്തിത്വത്തിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ മാത്രമേ
ഓരോക്കി പറയുന്ന ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളിങ്ങനെ അന്വേഷണം ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ പറഞ്ഞതൊന്നും ഞാൻ ഫിക്സ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു ഗ്യാരണ്ടി ഇല്ല, നാളെ ചിലപ്പോൾ മാറ്റി പറഞ്ഞിരിക്കും. ഇതിപ്പോൾ പറയുന്ന കാര്യമാണ്, ഇപ്പോഴത്തെ സത്യമാണ് ഈ പറയുന്നത് അല്ലേ. ഒരാൾ മോതിരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു, വട ഇട്ടുകൊണ്ടിരുന്നു. അപ്പം ആ മോതിരം വടയ്ക്കാത്തായിപ്പോയി. ഏത് വടയിലാണെന്ന് അറിയാൻ പോയി. 500 വടയുണ്ട്. ഈ 500 വട ഇയാൾ 2 ദിവസത്തെ ശമ്പളം എല്ലാം കൊടുത്ത് വാങ്ങിച്ച് വെച്ചിട്ട് ഈ പാവപ്പെട്ട ഒരു അറ്റത്തുനിന്ന് വടയെല്ലാം പൊളിച്ച് നോക്കണം. എല്ലാം കുളമായി പോകും, ഉപയോഗിക്കാൻ പറ്റത്തില്ല. പൊളിച്ച വട ആരെങ്കിലും കഴിക്കുമോ? എല്ലാം പൊളിച്ച് നോക്കി അവസാനം 500ാമത്തെ വടയിലാണ് ഈ മോതിരം ഇടുന്നത്. അപ്പോൾ ഒരു കൂട്ടുകാരൻ കണ്ടുപിടിക്കണം, പോട്ടാ നീ വെറും മണ്ടനല്ല, എന്താ നിനക്ക് ആ വടയെടുത്ത് ആദ്യമേ അങ്ങ് പൊളിച്ച് നോക്കി എത്രയെണ്ണം സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം. അപ്പോൾ അവൻ പറഞ്ഞെന്താ, നമുക്ക് അറിയത്തില്ലല്ലോ, അറിയാമെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് പൊളയ്ക്കുന്നില്ലേ എന്ന് പറയുന്ന കൂട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന നമുക്കറിയാൻ വയ്യ കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാവുന്ന ഇത് സത്യം, ഇപ്പം പറയുന്ന കാര്യം ഇതാണ് സത്യം, ഇപ്പോഴത്തെ സത്യമാണ്. നാളെ ചിലപ്പോൾ നമുക്ക് മാറിയേക്കാം. നിർവാണ ലൈഫ് പാത്തിന്റെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന അവർക്ക് നല്ലൊരു മനുഷ്യനാകാനും അതിൽ കൂടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനും അതിൽ കൂടെ നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാനും എന്ത് മെസ്സേജാണ് അങ്ങേക്ക് കൊടുക്കാറുള്ളത്? നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതലും പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു മെസ്സേജ് കൊടുക്കാനുള്ള ആളൊന്നും അല്ല നമ്മൾ. എങ്കിൽ പോലും നമുക്ക് തോന്നുന്നൊരു സംഗതി, 2 ടൈപ്പിലുള്ള എനർജി ലെവലിലുള്ള ഫ്ലോസ് ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ഈ വൈബ്രേഷണൽ ഫീൽഡുകൾ ആളുകളുടെ ബ്രെയിൻ കെമിക്കൽസിനെ മാറ്റിയിട്ട് അവർ വഴി മറ്റുള്ളവരിലേക്ക് പോയി മറ്റുള്ളവർ. ഇപ്പം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഫ്രഷായിട്ടാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഫ്രഷസ് ഉണ്ടാക്കും. നമ്മൾ തമ്മിൽ അടിയായി, നിങ്ങൾക്കൊരു അടിയൊക്കെ തന്നു, നിങ്ങൾ എന്നെ അടിച്ചു, എനിക്കാണ് കൂടുതൽ വയ്ക്കുക പറ്റി, എങ്കിൽ ശരി നിങ്ങൾക്ക് അടി കിട്ടി. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോ അല്ലെ ഭർത്താവോ മോശമായിട്ട് പെരുമാറും, സ്നേഹമായിട്ട് പെരുമാറും. നമ്മുടെ ഈ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് പെരുമാറുമ്പോൾ അവരുമായിട്ട് അടിയാവുന്നു. അവർ പിന്നെ ഇത് വേറെ ആൾക്കെങ്കിലും ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഫ്ലോ എനർജി, നെഗറ്റീവ് എനർജികൾ റൺ ചെയ്യുന്നുണ്ട് ആളുകളിലൂടെ. പലപ്പോഴും റിയൽ കാര്യത്തിനൊന്നും അല്ല ഈ വഴക്കുണ്ടാകുന്നത്. നേരത്തെ ഉള്ള ഇപ്പോൾ റോഡിലൊക്കെ വെച്ച് അടി ഉണ്ടാക്കുന്ന പലരും അവരുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്രസ്ട്രേഷൻ ഇങ്ങനെ മുറ്റി നിൽക്കുക. അപ്പോൾ ആരെങ്കിലും ഒരു ഇരയെ കിട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്തെന്ന് തോന്നിയാൽ മതി, കത്തി കൊണ്ട് കുത്തിക്കൊല്ലും. കാര്യമൊന്നുമില്ല, ഉള്ളിൽ കിടക്കുന്ന ഒരു ഡാം പോലെ കിടക്കുന്ന നെഗറ്റീവ് എനർജി പുറത്തോട്ട് വന്ന് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഓരോരുത്തരെടുത്തിട്ട് ഉപദ്രവിക്കുകയാണ് വീടുകളിലൊക്കെ. കാരണം തിരിച്ചു വരത്തില്ലല്ലോ എനർജി. തിരിച്ചു വരാത്തടത്ത് വിട്ട് അന്നേരം വരത്തില്ല, ഭാവിയിൽ ഗുരുവായൂർ കൊണ്ടുപോയി കളയുന്നുള്ളൂ. അപ്പം തിരിച്ചു വരുന്നില്ല. അപ്പോൾ തൽക്കാലം ഇവരുടെ ഫ്രസ്ട്രേഷൻ ഏറ്റവും കൂടുതലും കുട്ടികളിലോട്ടൊക്കെ വിട്ട് കുട്ടികളൊക്കെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെയുള്ള എനർജിയുടെ മുന്നിലുള്ള കളിപ്പാവകളാണ് ഈ മനുഷ്യൻ. നമ്മൾ അവയർനെസ് കൂടാൻ വേണ്ടി നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എല്ലാവരോടും ചർച്ച ചെയ്യുക. അവയർനെസ്, പ്രപഞ്ചത്തിൻ്റെ ജനങ്ങളുടെ ബോധം കൂടാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ആദ്യം നമ്മുടെ ബോധം കൂടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്നിട്ട് ബാക്കിയുള്ളവരുടെ. അപ്പം അങ്ങനെ നമ്മളൊരു ടീമായിട്ട് വെക്കുന്ന അത്രയും പോസിറ്റീവ് ലൈറ്റ് വർക്കേഴ്സ് എന്നൊക്കെ പറയും അല്ലേ, ഏഞ്ചൽസ്, ലൈറ്റ് വർക്കേഴ്സ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ പോസിറ്റിവിറ്റി. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധരിക്കുക. പോസിറ്റീവ് എനർജി നമ്മൾ കഴിയുന്നത്ര രീതികളിൽ ആളുകളിലേക്ക് എല്ലാവരിലേക്ക് എത്തിച്ച് ആ ഫ്രീക്വൻസിയിൽ നിൽക്കുക. അല്ലാതെ നെഗറ്റീവ് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരാളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ടുകളെ ഇല്ലാതാക്കാൻ വലിയ പാടാണ്. അവന് അനുഭവിച്ചൊരു ട്രോമ ഇല്ലാത്തതാക്കാൻ പറ്റുമോ? ഇല്ല. ആ ട്രോമയെ നിൽക്കുമ്പോൾ അവൻ ആലോചിക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവൻ്റെ ഫ്രീക്വൻസി മാറ്റി നമ്മുടെ ഒരു കൂട്ടായ്മകളിലൂടെ, നിർവ്വാണ ഇങ്ങനെയുള്ള ഗംഭീരമായ കൂട്ടായ്മകളിലൂടെ അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യം. പോസിറ്റീവായിട്ടുള്ള ആളുകളെ ഇങ്ങനെ അവരുടെ സംസാരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആവും. അവരുടെ ബ്രെയിൻ കെമിക്കൽസ് മാറി പോസിറ്റീവായി. അതാണ് കാൾ ജൂങ്ങിൻ്റെ അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെ സ്കൂളിൽ നിന്ന് ഒരുപാട് സൈക്കോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ കാൾ റോജറിനെ പോലെയുള്ള ആളുകളുടെ പോസിറ്റീവ് പ്രസൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തിയറിയിലേക്ക് വന്നു. സൈക്കോ അനാലിസിസിൻ്റെയൊക്കെ പ്രാധാന്യം കുറഞ്ഞു. പണ്ടത്തെ പോയി പുണ്ണൊക്കെ കുത്തിപ്പൊക്കുന്ന
രീതിയൊക്കെ അത് ആൾറെഡി അവനൊന്ന് ട്രോമ അനുഭവിച്ചാണ്. അവനെ ഇനി ആദ്യം അത് ഓർപ്പിച്ച് വീണ്ടും ട്രോമാറ്റിക് ആക്കേണ്ട ഒരു കാര്യമില്ല. അതങ്ങ് വിട്ടിട്ട് പ്രസന്റിൽ ഫോക്കസ് ചെയ്ത്, കാരണം പാഴ്സ്റ്റിൽ പോയാലും ഇതൊക്കെ അനലൈസ് ചെയ്താലും പരിഹാരം എവിടെ കിടക്കുന്നേ? അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ വാട്ട്? സോ ഐ ഹാവ് ടു ഡു ദിസ് ഇൻ പ്രസന്റ്, അതല്ലേ ഇതിലേക്കല്ല സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ഇപ്പോൾ തന്നെ ഈ പ്രസന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്രീക്വൻസി പോസിറ്റീവ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ജനറേഷനും അത് പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആളുകൾക്ക് മനസ്സിലാകുമ്പം ഈ ആർക്കിടെക്ട്സിനെയൊക്കെ പോസിറ്റീവായിട്ട് കുട്ടികൾക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള ഒരു താല്പര്യം ആളുകൾക്ക് വരും. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം, അല്ലേ? അതെ, നിർവ്വാണയുടെ ലക്ഷ്യവും അതൊക്കെ തന്നെയാണ്. ഒരുപാട് നേരമായി ഇന്നത്തെ ദിവസം മൊത്തം സാറ് നമുക്ക് വേണ്ടി തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഗിഫ്റ്റാണ്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും നമ്മുടെ സെൻസസിനെ അവെയർനെസ്സിനൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതിയൊരു ഇത്രയും സാത്വികമായിട്ടുള്ളൊരു വ്യക്തി എൻ്റെ അടുത്ത് എൻ്റെ സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് 2 ടൈപ്പിലുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുക്കന്മാരെയാണ് എപ്പോഴും ലൈഫിൽ കിട്ടുക. ഒന്ന് കലാകാർ എന്ന് പറയും, അതിന് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് കാണിച്ച് അതിലൂടെ ഇൻകം ക്രിയേറ്റ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ സാത്വികമായിട്ടുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ വളരെയധികം വിസ്ഡത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഇപ്പം നമ്മൾക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാനും ഒക്കെ പറ്റുന്ന ആൾക്കാരാണ് സാത്വികമായിട്ടുള്ള ഗുരുക്കന്മാർ. പല ടീച്ചേഴ്സിൻ്റെ അടുത്തോ ഗുരുക്കന്മാരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയാൻ മടിയുള്ളവരുണ്ട്. അപ്പോൾ അത്രയും സാത്വികമായിട്ടുള്ളൊരു അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇത്രയും നേരം നമുക്കായി ഇരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു ഓൾ.